എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1577 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. അത് മറ്റൊന്നുമല്ല, ക്രിസ്മസ്. ഇന്ന് എല്ലാവർക്കും ക്രിസ്മസ് ആണ്. നമുക്ക് എല്ലാവർക്കും കൂടി ക്രിസ്മസ് ആഘോഷമാണ് ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ മലയാളം സെഷനിൽ നടക്കുന്നത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് മനുഷ്യർ ഒരു സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും എല്ലാം പ്രതീകമായിട്ടുള്ള ക്രിസ്മസ് ദിവസമാണിന്ന്. ഇന്നത്തെ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാനായി എത്തിയിട്ടുള്ള സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാം പ്രത്യേകിച്ച് ചടങ്ങുകൾ എന്ന് പറയാൻ നമ്മുടെ ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനമാണ്. കൂടാതെ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ ഡോക്ടർ ഹ്യൂബർട്ടിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. അതിനുശേഷം ആദ്യമായി നമ്മുടെ ഉദ്ഘാടനം തന്നെ ആകാം. അതിനായി നമ്മുടെ IFPHന്റെ നട്ടല്ലായിട്ടുള്ള ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറ് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. സാറ് ചന്ദ്രനിലൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ സാറിനെ വളരെ സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാനായി ഞാൻ ക്ഷണിക്കുകയാണ്. സാറേ, നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം തന്നെ ആകട്ടെ. സന്തോഷം. ഞാൻ റയർ ബേർഡാണെന്ന് തോന്നുന്നുണ്ടോ? റയർ ബേർഡല്ലേ ഞങ്ങൾക്ക്. ഞാൻ ഓടിച്ചമ്പത്ത് കേൾക്കുന്നുണ്ട്, എല്ലാ ദിവസവും കാണുന്നുണ്ട്. തുടർച്ചയായിട്ട് ഇരിക്കാനുള്ള നിവൃത്തിയില്ലാത്ത കണക്ഷൻ കറക്റ്റ് ആവുന്നില്ല സാറേ. സൗണ്ട് അത്ര കറക്റ്റ് ആവുന്നില്ല. ചൂടാണോ? അല്ല, റേഞ്ച് കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സാർ ഇച്ചിരി മുഖം ഇച്ചിരി ഒന്ന് ക്ലിയർ ആക്കി കാണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. കാറിലാണ് ഞാൻ. ഇപ്പൊ കാണാമോ? ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ കാണാൻ കേൾക്കാം, പറഞ്ഞോ. ഓക്കെ. സന്തോഷം. ഞാൻ ഉദ്ഘാടന കർമ്മം എന്നെ കൊണ്ട് നിർവഹിക്കണം എന്ന് തോന്നുന്നില്ലേ, എല്ലാവരുടെയും കടപ്പെട്ടിരിക്കുകയാണ്. നമ്മളിന്ന് 1579 77 സോറി 77 വെബിനാറിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മള് ഒന്നുപോലും മുടങ്ങാതെ, ഒരാഴ്ച പോലും, ഒരു ദിവസം പോലും മുടങ്ങാതെ, ഒരു മണിക്കൂർ പോലും മുടങ്ങാതെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദി സെക്ഷൻ ആയാലും ഇംഗ്ലീഷ് സെക്ഷൻ ആണെങ്കിലും മലയാള സെക്ഷൻ ആണെങ്കിലും. മലയാള സെക്ഷനാണ് നമുക്ക് ആദ്യം ലാസ്റ്റ് തുടങ്ങിയതാണ് അല്ലേ? ആദ്യം ഹിന്ദി ആയിരുന്നു തോന്നുന്നു, പിന്നെ ഇംഗ്ലീഷ് വന്നു, പിന്നെ മലയാളം വന്നു. ഇന്ന് മലയാളം തുടങ്ങിയിട്ടാണ് നമ്മൾ ഇതുവരെ നിർത്തിയിട്ടില്ല, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ആൾക്കാരെ പ്രോത്സാഹനാർത്ഥം വിളിക്കുന്നുണ്ട്. അവരെ ക്ലാസ്സുകൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. കാരണം പൊതുതലമുറ നല്ല ക്ലാസ് എടുക്കുമ്പോൾ ഉണ്ടായല്ലോ, അല്ലെങ്കിൽ ഇത്ര വ്യാപിച്ചു കിടക്കുന്നില്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഉള്ളിൽ. ഒരു കാരണവസ്ഥാനത്ത് ഞാൻ ഇല്ലെങ്കിൽ തന്നെയും ഒരു ഏജിലാണ് ഞാൻ നിൽക്കുന്നത്, ഇതല്ലേ? അപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരെ ഒരുപാട് കാര്യം ചെയ്യുന്നതിന്റെ പേരിൽ സംതൃപ്തിയുണ്ട്. എനിക്ക് വളരെയധികം ആഹ്വാനം തോന്നുന്നുണ്ട്, വളരെയധികം സ്നേഹം, സന്തോഷം തോന്നുന്നുണ്ട് കാര്യത്തില്. IFPH പോലെ സംഘടന തുടങ്ങി വെച്ച നാളെ മുതൽ ഇന്ന് വരെ ഒരു വിഘ്നം കൂടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ക്ലാസ്സുകൾ ഉണ്ടായി വെക്കുക. ഇംഗ്ലീഷിന്റെ ക്ലാസ് വളരെ നന്നായിരുന്നു. ആ പെൺകുട്ടിയുടെ അതെല്ലാം കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ കേട്ടു. വളരെ നന്നായിരുന്നു. വളരെ വ്യക്തമായ രൂപത്തിലാണ് പറഞ്ഞത്. നല്ല കമന്റ്സിനും കിട്ടിയത്. പിന്നത്തെ ഈ മലയാള സെക്ഷനിൽ ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ സെക്ഷനും, മലയാളമാണെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ഹിന്ദി ആണെങ്കിൽ വിഘ്നം കൂടാതെ മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ താല്പര്യം. വർഷങ്ങളോളം പോകണം. അതാണ് നമ്മുടെ താല്പര്യം.
ആ സാറേ നമുക്ക് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനമാണേ ആണോ? ഇന്ന്. അതാണ് സാറ്, ക്രിസ്മസ് അല്ല, ആഘോഷമാണ് ഇന്ന് നടക്കുന്നത്. എനിക്കറിയാം, പറഞ്ഞല്ലോ. ആ. അപ്പൊ ക്രിസ്മസില് ഓ ആ, ഈ ക്രിസ്മസിന്റെ തുടക്കത്തിൽ നമ്മൾ തുടങ്ങുന്ന ഈ ആഘോഷത്തില് നന്നായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിന്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ ഇന്ന് ഈ സെക്ഷൻ, ക്രിസ്മസ് സെക്ഷൻ തുടങ്ങാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ക്രിസ്മസ്, മെരി ക്രിസ്മസ്, അല്ലെങ്കിൽ ക്രിസ്മസ് ആശംസകൾ മലയാളത്തിൽ പറയണമെങ്കിൽ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അല്ലേ? ഏറ്റവും പഴക്കം ചെന്ന ഒരാഘോഷമാണ് ക്രിസ്മസ് ആഘോഷം. യേശുക്രിസ്തുവിന്റെ കാലം മുതലുള്ളതാണ്. ശേഷമാണ് മറ്റുള്ളതെല്ലാം വന്നിട്ടുള്ളത്. ഓണമാണെങ്കിലും ഈദാണെങ്കിലും എല്ലാം ശേഷം വന്നതാണ്. ക്രിസ്മസ് ആണ് ഏറ്റവും നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനത്തിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ എല്ലാ നന്മകളും എല്ലാ നേട്ടങ്ങളും മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. സന്തോഷം സാറേ, വളരെ സന്തോഷം. സാറിന് അത്ര ശാരീരികമായിട്ടൊക്കെ അത്ര സുഖമുള്ള സമയം അല്ലെങ്കിൽ പോലും നമ്മളോടൊപ്പം പങ്കുചേരുകയും എന്തായാലും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. സാറ് ചിലപ്പോൾ അവസാനം വരെ ഇരുന്നില്ലെങ്കിൽ ഒപ്പം നന്ദിയും കൂടെ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ധനേഷ് ഡോക്ടറെ, അടുത്തത് കരോൾ ഗാനങ്ങളിലേക്കാണോ അതേ ആശംസകളും എല്ലാം? അത് നമുക്കേ ആദ്യം അതിന്റെ ഒരു ഒഫീഷ്യൽ ഗാനം, കരോൾ ഗാനം ഹിബർട്ട് ഡോക്ടർ അവതരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആശംസകൾക്ക് പറയേണ്ടവർക്ക് പറയാം. അതിനോടൊപ്പം തന്നെ കരോൾ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി പാടാൻ ആഗ്രഹിക്കുന്നവരെ ഡോക്ടർ വിളിക്കുക. അവര് വരുന്ന മുറയ്ക്ക് ഓരോരുത്തരെയും നമുക്ക് പാടാൻ അവസരം കൊടുക്കാം. പിന്നെ പോരാത്ത ഭാഗങ്ങൾ ഹിബർട്ട് ഡോക്ടർ ഫില്ല് ചെയ്യും. ഹിബർട്ടിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പൊ സാറിന് ഹ്യൂബർട്ട് ഡോക്ടറുടെ ഒരു പാട്ട് കേട്ടിട്ട് കേൾക്കാം. സാറിന് വീഡിയോ കാണുന്നില്ലേ? ഇല്ല, മറ്റേ അതിന് മുമ്പുള്ള ഭാഗമാണ് കാണുന്നത്. ഗാനം മാത്രമേ കേട്ടുള്ളൂ. ഗാനത്തിന്റെ മ്യൂസിക് കേൾക്കാം, പക്ഷെ വീഡിയോ വന്നില്ല. ലാപ്ടോപ്പിന്റെ ഒരു പേജ് മാത്രമേ കാണുന്നുള്ളൂ. അല്ലേ? ഒരു സെക്കൻഡ്. മഞ്ഞിൽ കുതിർന്ന ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ല, വീഡിയോ ഓപ്പൺ ആയിട്ടില്ല. പാട്ട് മാത്രമേ, ഓഡിയോ മാത്രമേ വരുന്നുള്ളേ. മറ്റേ ഫോൾഡറിന്റെ ഒക്കെ പേജാണ് ഡോക്ടറെ കാണുന്നത് തന്നെ. ഹിബർട്ട് പാട്ട് പാടിക്കോളൂ. നിങ്ങൾ ആദ്യത്തെ പാട്ട് കുതിർന്ന
ശക്തനായ ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ രാജാവ് ദാവീദിൻ പുത്രൻ ദാവീദിൻ സുതൻ ഉണ്ണീശോ ദാവീദിൻ സുതനോ ഉണ്ണീശോ മഞ്ഞിൽ കുളിർന്ന ബേത്ലഹേമേ നിന്നിൽ പിറന്നൊരു രക്ഷകൻ ലോകം കാത്ത രക്ഷകൻ മറിയത്തിൻ പുത്രൻ ഉണ്ണീശോ ഗ്ലോറിയ 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 കന്യകാസുതൻ ദൈവപുത്രൻ വചനം മാത്രമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഉണ്ണീശോ ഗ്ലോറിയ 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 ദൈവദൂതർ പാടി മനസ്സുള്ളോർക്ക് സമാധാനം അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ മനസ്സുള്ളോർക്ക് സമാധാനം മഞ്ഞിൽ കുതിർന്ന ബേത്ലഹേമേ ലോകം കാത്ത രക്ഷകൻ മറിയത്തിൻ പുത്രൻ ഉണ്ണീശോ നമുക്കൊരു ശിശു പിറന്നിരിക്കുന്നു വിസ്മയനീയ ഉപദേഷ്ടാവ് ഭക്തനായ ദൈവം നിത്യനായ പിതാവ് ഭക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിൻ്റെ രാജാവ് ദാവീദിൻ പുത്രൻ ഉണ്ണീശോ ദാവീദിൻ സുതൻ ഉണ്ണീശോ
പിതാസുതൻ ദൈവപുത്രൻ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു ഉണ്ണീശോ. ഗ്ലോറിയ 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 ഗ്ലോറിയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനും മഹത്വം ഭൂമിയിൽ തന്മനസ്സുള്ളോർക്കു സമാധാനം. ഭൂമിയിൽ തന്മനസ്സുള്ളോർക്കു സമാധാനം. Happy Christmas, Happy Christmas, Happy Christmas, Happy Christmas, Happy, Happy, Happy Christmas. വെള്ളമേ നന്നായിട്ടുണ്ട് ഡോക്ടറെ. ബേക്കറി ഇടയുണ്ട്. സാറ് സൈഡ് സൗണ്ട് പറഞ്ഞു. അവിടെ പറയാണ് ഹ്യൂബർട്ട് ഡോക്ടർ സ്വന്തമായി ലിറിക്സും സംവിധാനവും ഒക്കെ ചെയ്ത പാട്ട് നന്നായിട്ടുണ്ട്. ഇനി 21-ാം തീയതി തുടങ്ങിയതാണ്. അത് ശരി, ഇത്ര ദിവസം എടുത്ത് 3 ദിവസം പാടിയത് 10 മിനിറ്റ് കൊണ്ട് പാടി തീർന്നു. ബാക്കി ട്യൂൺ ചെയ്യാനും 2 ദിവസം എടുത്തു. ഉൾബട്ടിനെ ട്യൂൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അയാളെ ട്യൂണിങ്ങാ. ഒറ്റ പാട്ടാണ്, ഒരൊറ്റ സ്ട്രക്ചർ, ഒരു പാട്ട്. എപ്പോഴാണ് കൈ പിടിക്കാറിയോ? എന്നെ അന്ന് ആസാകോട്ടിന്റെ മുമ്പിൽ തള്ളിയിട്ടപ്പ എനിക്ക് തലയിൽ ബോധം വന്നത്. അന്ന് കൂടിയ ബുദ്ധിയാണ്. അതുപോലെ ഉൾപ്പെട്ട് അറിയപ്പെടാത്ത ആളായിരുന്നു. എന്നെ എപ്പ തള്ളിയിട്ടോ അന്ന് പോലെ അത് അറിയപ്പെടുന്ന ആളായി. ശരി. അല്ല, നീ ലൈവായിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ ഡോക്ടറെ? ലൈവായിട്ടുള്ള ഇല്ല. ഒരുപാട് സ്റ്റോക്കുണ്ട് ഡോക്ടറെ, ഒരുപാട് സ്റ്റോക്കുണ്ട്. ബാക്കിയുള്ളൊരു പാട്ടാണ്ടല്ലോ. സുനിൽ ഡോക്ടറെ വിളിച്ചു നോക്കാം. സുനിൽ ഡോക്ടർ ഉണ്ടോ? കേറിയിട്ടുണ്ടോ? ഉണ്ട്. ഡോക്ടർ സുനിൽകുമാർ. സുനിൽ ഡോക്ടർ ഉണ്ടോ? കം ഫോർവേഡ്. ഉണ്ട്. അപ്പൊ നമുക്ക് സുനിൽ ഡോക്ടറുടെ ഒരു പാട്ട് കേൾക്കാം. ആരാണ്? ആസ്ഥാന IFPS ആസ്ഥാന ഗായകൻ ഹ്യൂബർട്ട് ഡോക്ടറാണ്. അല്ലേ? അയാളെ ജയിക്കാൻ വേറെ ആരും ഇല്ല ഇവിടെ. ഇവരൊക്കെ നമ്മളെ ഗസ്റ്റ് ആയിട്ട് ഇടയ്ക്കൊക്കെ പാട്ടുകാരാണ്. നമ്മള് വിളിച്ചു വരുത്തിയാണ് അവരെയൊക്കെ. വിലപ്പെട്ട സമയങ്ങളൊക്കെ നമുക്ക് വേണ്ടി വിളിച്ചു വരുത്തിയാണ്. സുനിൽ ഡോക്ടറെ പാട്ട് തുടങ്ങിയാണ് അടുത്തതായി. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.
കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിട സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാലും, അങ്ങൻ മുന്നേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. താങ്ക് യു. ഒരു പാട്ട് പോരാ, ഇനിയും പാടണം. അയ്യോ, ഒന്നേ ഉള്ളു. ഷൈൽ ഡോക്ടർ മ്യൂട്ടാണേ. സുനിൽ ഡോക്ടറെ ഒന്നുകൂടെ നോക്ക്. ഡോക്ടർ കരോൾ ഗാനങ്ങൾ ഇല്ല, തന്നെ ഞാന് ആവണമെന്ന് വേറെ പാട്ട് നോക്കി. കരോളായാലും വിപ്ലവായാലും എല്ലാം പാട്ട് തന്നെയാണ്. ജെയിംസ് പോൾ സാറിന് പാട്ട് പാടാൻ കഴിയുമോ? സാർ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ജെയിംസ് പോൾ സാറെ, എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ക്രിസ്മസ് ഇല്ലല്ല, മെസ്സേജോ ഞാൻ അല്ലെങ്കിൽ ഒരു പാട്ടോ? പാട്ട് കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യും, പാടാറില്ല. എന്നാ ഒരു ക്രിസ്മസ് മെസ്സേജ് ആവട്ടെ സാറിന്റെ വക. അയ്യോ, എല്ലാവർക്കും നമസ്കാരം, ക്രിസ്മസ് ആശംസകൾ. ഏതായാലും സേഠ്ജി പറഞ്ഞല്ലോ, ക്രിസ്മസ് പണ്ട് കാലം മുതലേ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരുന്നതാണ്. സംഭവം ശരിയാണ്. ക്രിസ്മസത്തിന് മാത്രമല്ല, എല്ലാ മതങ്ങളിലും ഇതുപോലുള്ള ഒരു ആഘോഷമുണ്ട്. ഈ ഇതിഹാസ കാലത്തിന് മുമ്പേ മുതൽ ഭാരതത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മർത്യോമ അമൃതംഗമയ. അപ്പൊ അതിന് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ആൻസർ ദൈവം തന്നതാണ്, ഒരു വരദാനം പോലെ ക്രിസ്തു എന്നാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. കാരണം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റാരും പറഞ്ഞിട്ടില്ല. ക്രിസ്തു വന്നത് തന്നെ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ദൈവരാജ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനവും സന്തോഷവുമാണ്. ആ സമാധാനവും സന്തോഷവുമുള്ള ഒരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് യേശു വന്നത് എന്നാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്.
ഇതിന് സമാനമായിട്ടുള്ള ആഘോഷങ്ങൾ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും എല്ലാ സമൂഹത്തിലുമുണ്ട്. ഇപ്പൊ ക്രിസ്തുമതം വളരെ പ്രചുര ആണെങ്കിൽ പോലും ലോക ജനസംഖ്യയിൽ ഏതാണ്ട് ഏറിയ പങ്ക് ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും മറ്റു വിഭാഗങ്ങളിലും ഇതിന് സമാനമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇനി മതങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 മിനിറ്റ് സംസാരിക്കാമോ? സംസാരിക്കാം സാറേ. അതായത് നമ്മുടെ സംസ്കാരത്തിന്റെ പിള്ളത്തൊട്ടിലായിരുന്ന അല്ലെ ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഗ്രീസിൽ നിന്നും ഹിമാലയത്തിലേക്ക് ഒരു സ്ട്രിങ് വലിച്ചു കെട്ടുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിലാണ് ലോകമതങ്ങളെല്ലാം തന്നെ. ഇപ്പൊ പണ്ട് ജ്ഞാനമതം അല്ലെ യവനമതം മുതൽ ഇങ്ങേ ഹിമാലയത്തിനപ്പുറം സ്വരാഷ്ട്ര മതം വരെ ഈ നൂലിലാണ് തൂങ്ങുന്നത്. ഹിമാലയത്തിന് ഇപ്പുറത്താണെങ്കിൽ ഹിന്ദുമതം, ബുദ്ധമതം, മറ്റ് ജൈനമതം, സിഖ് മതം, അങ്ങനെ എല്ലാ മതങ്ങളും ഈ സ്ട്രിങ്ങിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ മതങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ തന്നെ ഒരു ആഘോഷമുണ്ട്. അതായത് അധർമ്മത്തിനെതിരെ ധർമ്മം ജയിക്കുന്നത്, സത്യത്തിന് വേണ്ടിയുള്ള യുദ്ധം, ആ യുദ്ധം ജയിക്കുന്നത്, അതെല്ലാം ഇങ്ങനെ ആ വിശ്വാസത്തിൽ നടക്കുന്ന ഒത്തിരി ആഘോഷങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് ഈ യേശുവിന്റെ ജനനവും സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ആഘോഷമായിട്ട് തന്നെയാണ് ലോക ജനത മുഴുവൻ ആഘോഷിക്കുന്നത്. അപ്പം ലോകത്തിനും ഇപ്പൊ ഈ സദസ്സിലുള്ളവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ടും നല്ലൊരു ന്യൂ ഇയർ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും. താങ്ക് യു. നന്ദി, സന്തോഷം ജെയിംസ് പോൾ സാറ്. എന്തായാലും നല്ല വാക്കുകൾ പറഞ്ഞു. ഇനി അടുത്തതായി വീണ്ടും ഹ്യൂബർട്ട് ഡോക്ടർ മുങ്ങിയാണ്. ഡോക്ടർ നെറ്റ് പോയെന്ന് തോന്നുന്നു. ആണോ? ഹ്യൂബർട്ട് ഡോക്ടർ പോയല്ലോ. ഇനി പാട്ട് നമുക്ക് പാട്ട് വരാൻ ഡോക്ടർ. അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കണം. അതായത് ഇപ്പം ജെയിംസ് പോൾ സാറ് പറഞ്ഞത് തുടർച്ചയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ ശബരിമല സീസൺ ആണല്ലോ. അപ്പൊ അവിടെ ഈ തത്വമസി എന്നൊരു തത്വമസി എഴുതി വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ബൈബിളിനകത്തും ഉണ്ട്. എന്താണ് പറയുന്നത്? ഐ ആൻഡ് മൈ ഫാദർ ആർ വൺ ആൻഡ് ദ സെയിം. പക്ഷെ തത്വമസി മനസ്സിലാക്കിയ ആൾക്ക് ഇത് വായിച്ച ഇത് ക്ലിക്കുകൾ എന്നുള്ളതാണ്. ഞാനും സ്വർഗസ്ഥനായ എന്റെ പിതാവ് ഒന്ന് തന്നെ എന്ന് പറയുന്നുണ്ട്. അത് തത്വമസി തന്നെയാണ്, വേറൊന്നുമല്ല. അതുപോലെ വേറെ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ, അതായത് മനസ്സിൽ ഒരുപാട് തോട്ട്സ് ഇല്ലാത്തതാണ്. നമ്മൾ തിരിച്ചാലോചിച്ച് നോക്കിയാൽ ഹോമിയോപ്പതി മരുന്ന് കഴിക്കും എന്താ സംഭവിക്കുന്നത്? മനസ്സിലെ വറീസും തോട്ട്സും ആണ് ആദ്യം കുറയുന്നത്, അപ്പോഴാണ് ഭേദപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, അതൊരു മുന്നറിയിപ്പാണ്. അതായത് തെരഞ്ഞു കളഞ്ഞ കല്ല് മൂലക്കല്ലായി പരിണമിക്കും എന്നുള്ളതാണ്. ഇത് പ്രസ്ഥാനങ്ങൾക്കുള്ളതാണ്. അതായത് ഹോമിയോപ്പതി ആയാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും മതങ്ങൾ എല്ലാത്തിനകത്തും നേരെ വിരുദ്ധമായ ഒരു ആശയം വന്ന് തിരഞ്ഞു കളഞ്ഞ കല്ല് മൂലക്കല്ലായി പരിണമിക്കും. ഈ 3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അവസരം തന്നെ നന്ദി. ഓക്കെ. മനോജ് ഡോക്ടർ എന്തായാലും ഇതെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചു. അതെന്തായാലും വളരെ നല്ല കാര്യം. അടുത്തത് 2 വാക്ക് സംസാരിക്കുന്നതിനും ഹരിഹരൻ സാറിനെ ക്ഷണിക്കും. അൺമ്യൂട്ട് ചെയ്ത് ഹരിഹരൻ സാറേ. എനിക്ക് മതങ്ങളെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതങ്ങള് ഒക്കെ എന്തിനാണോ ഉണ്ടായത് അത് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. ക്രിസ്തു മതമാണെങ്കിലും ഏത് മതമാണെങ്കിലും എന്തിനു വേണ്ടിയിട്ടാണോ അത് ഉണ്ടായത് അതിന്റെ മൂല്യം നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ പശ്ചിമേഷ്യയിലൊക്കെ വാസ്തവത്തിൽ ഇപ്പം വളരെ ആഘോഷങ്ങൾ നടക്കേണ്ട സമയമാണ്. ആ സമയത്ത് അവിടെ മുഴുവൻ കൊലയാണ് നടക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കും. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കേട്ടു അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ബോംബ് ചെയ്ത് എത്രയോ പേര് മരിക്കുന്നു. ഇതുപോലെ ലോകത്തെമ്പാടും മനുഷ്യനെ തന്നെ കൊല്ലുന്ന വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ കാണുന്നത്. ഇവരെല്ലാവരും ഓരോ മതത്തിൽപ്പെട്ടവരാണ്. എന്താണോ ഈ മതം പഠിപ്പിച്ചിരിക്കുന്നത്, എന്താണോ ഈ മതം നീ ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചെയ്യാനാണ്
ഇവർക്കെല്ലാം ഈ മതങ്ങളിലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വാസന അതാണ്. അതുകൊണ്ട് മതം പഠിപ്പിക്കുന്നത് നമ്മൾ ചെയ്യാതിരിക്കുകയും അതിന് നേരെ എതിരായിട്ടുമാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പണ്ട് ഒരു മഹാൻ പറഞ്ഞ കണക്ക്, ഞാന് മതത്തിന് വേണ്ടി എന്തും ചെയ്യും, പക്ഷെ ഞാൻ മതം പറഞ്ഞതനുസരിക്കാൻ ബാധ്യസ്ഥനല്ല. ഇതാണ് വാസ്തവത്തിൽ ഇന്ന് നടക്കുന്നത്. യേശുദേവൻ പ്രീച്ച് ചെയ്തെന്താ? യേശുദേവൻ മാത്രമല്ല, എല്ലാ മതങ്ങളിലും അതിന്റെ പ്രീച്ചിങ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ സ്നേഹം, സ്നേഹം, സ്നേഹം. അതാണ് മനുഷ്യന്റെ പവിത്രമായ ഒരു വികാരമാണ് ആ സ്നേഹം. ആ സ്നേഹമാണ് യേശുദേവന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഈ കരണത്തടിക്കുകയാണെങ്കിൽ മറുകരണം കാണിച്ചു പഠിക്കുക. അതൊരു മഹാത്മജി തന്നെ ഈ അദ്ദേഹത്തിന്റെ അഹിംസാ സിദ്ധാന്തം അദ്ദേഹം കൂടുതലും ഇത് ചെയ്തിരിക്കുന്നത് ബൈബിളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. യേശുദേവന്റെ ഇതാണ്. KP കേശവമേനോന്റെ ഒരു പുസ്തകമുണ്ട് യേശുദേവനെ കുറിച്ച്. ഞാനത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കേണ്ടതാണ്, അതെല്ലാവരും വായിക്കേണ്ടതാണ്. അങ്ങനെ ഉള്ള ഈ സമയത്ത്, അതായത് വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇത്. അപ്പോൾ പോലും ഈ ലോകത്തെമ്പാടും നടക്കുന്ന ഈ പരസ്പരമുള്ള ഈ കൊല ഒരു ബ്ലാക്ക് സ്പോട്ടായിട്ട് നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. എന്നാലും ഞാൻ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും, ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് ക്രിസ്തുമസ് ദിനാശംസ ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന IFESനോട് ഞാൻ നന്ദിയുള്ളവനാകുന്നു. എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമസ്കാരം. സന്തോഷം ഹരിഹരൻ സാറേ. നമുക്ക് ഹരിഹരൻ സാറ് പറഞ്ഞ പോലെ കൊല്ലും കൊലയും ഒന്നും ഇല്ലാതെ മനുഷ്യര് എന്താണ്, എന്തിനു വേണ്ടിയാണോ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ എന്താണ് വലിയ കഴിവും ശക്തിയും ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആൾക്കാരെ കൊന്ന് ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. അവർക്കൊക്കെ ദൈവം നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഹരിഹരൻ സാറ് പറഞ്ഞ ശ്രീ യേശുദേവനെ കുറിച്ച് KP കേശവന് പുസ്തകം പോലെ പ്രധാനപ്പെട്ട പുസ്തകമാണ് മുനി നാരായണ പ്രസാദിന്റെ പുസ്തകമുണ്ട്. അതായത് ബൈബിൾ വേദാന്ത ദർശനത്തിൽ. ഒന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾ ഓരോന്ന് വായിക്കുമ്പോൾ ഞെട്ടും എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പെർസീവ് ചെയ്യുന്നത് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം പറഞ്ഞ് കുട്ടികളെ തടയുന്നൊരു വാക്ക്. ഞാൻ പല പള്ളിയിൽ വെച്ചാൽ പറഞ്ഞത് എന്താണ് അർത്ഥമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായിച്ചൊക്കെ അത്ഭുതം തോന്നും, എന്താ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ ദയവായിട്ട് മുനിനാരായണ പ്രസാദിന്റെ ബൈബിൾ വേദാന്ത ദർശനത്തിൽ എന്ന പുസ്തകം വായിക്കുക. താങ്ക് യു. ഓക്കെ ഡോക്ടറെ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നത് ക്രിസ്തുദേവന്റെ തന്നെ ചില വചനങ്ങളാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അതുപോലെ തന്നെ എന്താണ്, നീ ഉണ്ടില്ലെങ്കിലും നിന്റെ ഭാര്യയെ ഊട്ടിക്കുക. പിന്നെ ഒന്നുകൂടെ ഇപ്പൊ ഞാൻ ഓർത്താണല്ലോ, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. അതെല്ലാം അതുപോലെ എല്ലാവരും ഉൾക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എല്ലാരും വായിക്കാൻ വേണ്ടി വായിക്കുന്നു, പ്രവർത്തിക്കുന്നത് വേറെ. നമ്മുടെ സംഗീത സംവിധാനം വന്നിട്ടുണ്ട്. ഹ്യൂബർട്ട് ഡോക്ടർ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ആഘോഷമാണ്. നമ്മുടെ ജനതയ്ക്ക് ഈ ക്ഷമയും സഹിക്കാനുള്ള കഴിവും ക്ഷമിക്കാനുള്ള കഴിവും എല്ലാം ഉണ്ടാകട്ടെ. അങ്ങനെ ലോകത്ത് സമാധാനം നിറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആസ്ഥാന ഗായകൻ എത്തിയിട്ടുണ്ട്. ഡോക്ടർ ഒരു പാട്ട് പാടുന്നുണ്ടോ? നോക്കട്ടെ, ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേക്കാം. അല്ല, ഞാന് ഇന്ന് മൊത്തം ഓട്ടമായിരുന്നു, പല ഓട്ടങ്ങളായിരുന്നു. ഡോക്ടർക്ക് ഒന്നുകൂടെ നോക്കണമെങ്കിൽ അല്ലെങ്കിൽ സുനിൽ ഡോക്ടർ ഒരു പാട്ടുകൂടെ പാടുമ്പോഴേക്കും ഞാൻ
പാടിയ സുനിലെ കേൾക്കാം. ഓക്കെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാലികൾ മേയും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. ആഹാ ഞാനെത്ര ഭാഗ്യവാൻ, ആഹാ ഞാനെത്ര ഭാഗ്യവാൻ യേശുവൻ ജീവനെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ. ഊമയെ സൗഖ്യമാക്കിയിടയൻ അന്ധന് കാഴ്ചയേകി നാഥൻ. പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരി നാഥൻ പാദമിടറി. പാരിതിൽ സ്നേഹസൂനം വിതറി കാൽവരിയിൽ നാഥൻ പാദമിടറി. ആഹാ ഞാനെത്ര ഭാഗ്യവാൻ, ആഹാ ഞാനെത്ര ഭാഗ്യവാൻ യേശുവൻ ജീവനെ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. വിസ്മയത്തിൽ മുഴുകി ലോകമന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. മഹിമ കാട്ടി യേശുനാഥൻ. മഹിമ കാട്ടി യേശുനാഥൻ. താങ്ക് യു. യഥാർത്ഥത്തില് യേശുക്രിസ്തുവിനെ കൊണ്ട് അദ്ദേഹത്തിന് അമ്മ ജയിച്ചതാണ്. അദ്ദേഹം പറയുകയും അമ്മ എനിക്ക് അവിടെ വീഞ്ഞ് തികയാതെ വന്നപ്പോ പറഞ്ഞ് പച്ചവെള്ളത്തിന് ഞാൻ മുന്തിരിച്ചാറാക്കണമെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയുകയാണ് എനിക്കുള്ള സമയമായിട്ടില്ല, സിദ്ധി കാണിക്കാൻ സമയമായിട്ടില്ല എന്ന് പറയുകയും അമ്മ നിർബന്ധിച്ച് ചെയ്യുകയും പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇത് വള്ളത്തോളിന്റെ മഗ്ദലിന മറിയത്തിൽ പറഞ്ഞിട്ടുണ്ട്, പച്ചവെള്ളത്തിനെ മുന്തിരിച്ചാറാക്കി വെച്ചു ഭഗവാൻ ഭക്ഷിപ്പാനായെന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് സുനിലെ. ഷൈൽ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യൂ. ഓക്കെ, സുനിൽ ഡോക്ടറെ രണ്ടാമത്തെ പാട്ട് നന്നായി. ഇനി അടുത്തത് നമുക്ക് ഹ്യൂബർട്ട് ഡോക്ടറിലേക്ക് പോകാം. ഞാനൊരു കൊച്ചൊരു സന്ദേശം കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് അടുത്ത ദിവസം ട്രംപിന്റെ ഒരു വാക്യം ഇങ്ങനെ ഒരു സംസാരം കേട്ടു. അപ്പൊ എല്ലാരും ജനനത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പുള്ളി ഇങ്ങനെ പറയാണ്, നമ്മുടെ ഫ്യൂണറൽ നടന്നു തീർന്നാൽ
എന്തൊക്കെ സംഭവിക്കും ഈ ലോകത്ത്. നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരും ജനനത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, പക്ഷെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക നമ്മൾ ഈ ലോകം വിട്ടു പോയി തീർന്നാല് ആ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പുള്ളി പറയണം. അതായത് മരിച്ച വീട്ടിലെ ആൾക്കാരെല്ലാം കൂടി അടക്കി തീർന്ന ഉടൻ വീട്ടുകാർ ആദ്യം ചിന്തിക്കുന്ന രാത്രിത്തെ ഭക്ഷണം എന്താണെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉടൻ ആൾക്കാരെല്ലാവരും പറയുന്ന ചിലർ കാപ്പിയെ കുറിച്ച്, അന്നത്തെ കാപ്പി കിട്ടാൻ ശരിയായില്ല എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ ഇങ്ങനെ പല പല വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നു. ആൾക്കാർ കുറച്ചൊരു പൊട്ടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഒക്കെ പിരിയുന്നു. കുട്ടികളൊക്കെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ കുട്ടികളെല്ലാം സ്കൂളുകളിൽ പോകുന്നു, എല്ലാവരും ഓഫീസിൽ പോകുന്നു, എല്ലാം കഴിയുന്നു. എന്നിട്ട് ഭാര്യ ഒരു ഏകദേശം നമ്മുടെ സ്ഥാനത്ത് വേറൊരാളെ ആരാണോ ഇനി വരേണ്ടത് അയാളെ നിയോഗിക്കുന്ന കാര്യങ്ങൾ, ഓഫീസിൽ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും ഓരോരോ കാര്യങ്ങളിലോട്ട് വ്യാപൃതനാകും. സ്വന്തം ഭാര്യ തന്നെ ആയിരുന്നാൽ പോലും ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഏതെങ്കിലുമൊക്കെ കോമിക്കുകളൊക്കെ കണ്ടൊക്കെ ചിരിക്കുകയും TV കാണുന്ന പ്രോഗ്രാമുകളൊക്കെ കണ്ട് ചിരിക്കുകയൊക്കെ അവരങ്ങ് മറക്കും, നമ്മളെ മറക്കും. ഇങ്ങനെയാണ് ഓരോ മനുഷ്യന്റെയും സ്ഥിതി ഇതാണ്. അതായത് ഈ ലോകത്ത് കുറച്ചാൾ ജീവിക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിരുന്നാല്, എല്ലാ ദിവസവും മനുഷ്യൻ എപ്പോഴും നോക്കുന്നത് ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിനെ നമ്മൾ നോക്കിയാണ് നമ്മളെല്ലാം പലപ്പോഴും ജീവിക്കുന്നത്. മറ്റുള്ളവർ എന്ത് പറയും, ഇങ്ങനെ ജീവിച്ചാൽ എന്ത് പറയും, അങ്ങനെ ജീവിച്ചാൽ എന്ത് പറയും എന്ന് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ബാക്കിയുള്ളവർ എന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്നുള്ള കാര്യത്തിലാണ് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിരുന്നാല്, എല്ലാ മനുഷ്യരും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളെ മറക്കും ഈ ലോകത്തുനിന്ന്. അപ്പൊ ഈ ശേഷിക്കുന്ന ഒരു കാലമുണ്ട്. ഈ ശേഷിക്കുന്ന കാലത്തിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്, എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളത് ഈശ്വരൻ എന്തിനാണോ ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ള ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ വ്യാപൃതരാകുകയും ഓരോ ദിവസവും അതിൽ പൂർണ്ണതയിലേക്ക് പ്രാപിക്കുകയും ചെയ്യണം. ആ ഒരു ദിവസമാണ് ഇനി നമുക്ക് എണ്ണപ്പെട്ട ദിവസങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, ജീസസിന്റെ ഈ ജനനത്തില് ലോകത്തിന് ദൈവം തരുന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ചിരുന്നാല്, നിന്നെ സ്നേഹിക്കുന്ന പോലെ നീ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നല്ല. രണ്ടാമത് അതിനൊരു തിരുത്ത് വന്നു. ആദ്യം പറഞ്ഞ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക, എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, നിനക്ക് സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അതിനൊരു മാറ്റം വരുത്തിയിട്ട് യേശു പറഞ്ഞ എന്താന്ന് വെച്ചിരുന്നാല്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കാനായിട്ട്. അതാണ് നമ്മുടെ ഒരു ഗോൾ. ദൈവം മനുഷ്യനെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ മനുഷ്യർ പരസ്പരം മറ്റുള്ള മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് തുടങ്ങും. നമ്മൾ മനുഷ്യരെ ദൈവത്തെ പോലെ സ്നേഹിക്കാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അതിഥി ദേവോ ഭവോ എന്ന് നമ്മുടെ സംസ്കൃത വാക്യം പറയുന്നത് അത് തന്നെയാണ്. അതായത് നമ്മൾ അതിഥി എന്ന് മീൻസ് എല്ലാവരും ആവാം. അവരെ ദൈവത്തെ പോലെ നമ്മൾ കാണാനായിട്ട് എപ്പോഴാണോ മനുഷ്യൻ ആ ഒരു സംസ്കാരത്തിലേക്ക് വരുന്നുണ്ട്, അപ്പോഴാണ് മനുഷ്യൻ ശരിക്കുള്ള ഒരു മനുഷ്യനായിട്ട് മാറുന്നതെന്നുള്ളതാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ആ പാഠം നമുക്ക് ഭാവിയിൽ അനുവർത്തിച്ചു പോകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. താങ്ക് യു. ഓക്കെ ഡോക്ടർ, ഒരു കാര്യം, നമ്മുടെ പ്രിയങ്കരനായ സാഹിത്യകാരൻ ശ്രീ MT വാസുദേവൻ നായർ നിര്യാതനായ വാർത്ത വരുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം ഒരു മൗനം. ഓക്കെ, അബ്ദുൽ സലാം സാറ് മെസ്സേജിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി അതാ. ഓക്കെ, അപ്പൊ എന്തായാലും IFPHന്റെ ഈ ഡെയിലി വെബിനാർ കൊണ്ട് നമുക്ക് സമകാലീനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ കഴിഞ്ഞു. അതും ഒരു വലിയ കാര്യം തന്നെ. ഏതായിരുന്നാലും ഞാൻ ഈ മെസ്സേജ് പറഞ്ഞു തരുന്ന ഉടൻ തന്നെ ഫ്യൂണലിനെ കുറിച്ചുള്ള മെസ്സേജ് പറഞ്ഞു തരുന്നപ്പോൾ തന്നെ പ്രശസ്ത സാഹിത്യകാരന്റെ വിവരം നമ്മൾ അറിഞ്ഞത് ഒരു വലിയൊരു നിമിത്തമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മനുഷ്യന്റെ വഴികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമുക്കറിയാം. നമ്മുടെ സാഹിത്യ ശാഖയിൽ ഏറ്റവും കൂടുതൽ സംഭാവന തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊരു സിനിമ ഉണ്ടായിരുന്നു, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയൊരു സിനിമ. അതായത് ആ സമയത്ത് ഒരു രോഗി ഇങ്ങനെ കിടക്കുകയാണ്, ദിവസങ്ങളോളം കിടക്കുകയാണ്. അപ്പൊ എല്ലാവരും വിചാരിച്ച് ഇദ്ദേഹം മരിച്ചു തീർന്നാൽ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, വസ്തു പങ്കിട്ടെടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ മനുഷ്യനെ ഉയർത്തെഴുന്നേറ്റ്, ആ മനുഷ്യൻ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ആരോഗ്യത പ്രാപിച്ചു തീർന്നപ്പോ എല്ലാവർക്കും നിരാശയായി. കാരണം എല്ലാവരും ഒരു മനുഷ്യന്റെ സ്വത്ത് കണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്ന ബന്ധുമിത്രാദികളെല്ലാം
ദുഃഖിതരായിട്ട് മാറുന്നു ആ മനുഷ്യൻ രണ്ടാമത് ഉയർത്തെഴുന്നേറ്റപ്പോൾ. ഈ കഥ എഴുതിയത് ഇദ്ദേഹമാണ്. MT വാസുദേവൻ നായരാണ് എഴുതിയ ഒരു പ്രശസ്തമായ ഒരു സിനിമയായിരുന്നു ആൾക്കൂട്ടത്തിൽ തനിയെ എന്നുള്ളത്. ഏതായിരുന്നാലും ആ സമയത്ത് തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കും. ഓക്കെ, ഇനി എന്താണ് അടുത്ത? നമ്മുടെ കലാകാരന്മാരായിട്ട് ആരെങ്കിലും ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. പാട്ട് പാടുന്ന അവസരമുണ്ട്. അല്ലെങ്കിൽ ക്രിസ്മസ്. ഒരു ലാലു വർഗീസ് ഡോക്ടറാണോ? അതെ. ലാലു വർഗീസ് ഡോക്ടർ ഒരു പാട്ട് പാടുകയോ ഒരു മെസ്സേജ് 2 വാക്ക് സംസാരിക്കുകയോ ചെയ്യാം. ഉണ്ടോ? ഡോക്ടർ ലാലു വർഗീസ് ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ആർക്ക് വേണമെങ്കിലും. ശാന്താചന്ദ്രൻ മാഡം ഉണ്ടോ? നമുക്ക് മറിയാമ്മ ഡോക്ടറെ വിളിക്കാം. മറിയാമ്മ ഡോക്ടർ മറിയാമ്മ ഡോക്ടർ നന്ദി പറയാം. ആയിക്കോട്ടെ. പിന്നെന്ത് മറിയാമ്മ ഡോക്ടറെ? വന്നല്ലോ. ഡോക്ടറെ, ആ ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് നമ്മള് മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമ്മളുടെ എല്ലാവരെയും ഹൃദയത്തിലുള്ള അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടി ഭൂമിയിൽ ജന്മം കൊണ്ട യേശുദേവന്റെ പിറന്നാളാണ് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ദിനം ആശംസിക്കുകയാണ്. ഹരിഹരൻ സാർ പറഞ്ഞ ഒരു കാര്യത്തില് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയണം എന്നെനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പറയാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയാം. അവിടെ പറയുന്നത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിനെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇത് വ്യക്തമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഒരു കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലത്താണ് യേശുവിന്റെ ജനനം നമ്മളിൽ ഒരു മാറ്റം വരുത്തേണ്ടത്. യേശു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനെ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ തേജസ് വീണ്ടും നൽകുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ പുത്രനായി വന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ എല്ലാം ഉള്ളത്തിൽ ജനിക്കുവാൻ അവസരം കൊടുക്കുകയും അവന്റെ വചനത്തെ അനുസരിക്കുകയും ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുവാൻ എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ട് പാടാൻ ശ്രമിക്കുകയാണ്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോട്ടെ. ചെയ്തോളൂ. യേശുരാജൻ ജനിച്ചു, പാടി സന്തോഷിപ്പിൻ, പാപശാപമൊഴിച്ചു
പാടി സന്തോഷിപ്പിൻ. വാനദൂതരാകവേ ആനന്ദിച്ചു കൂടുമീൻ, കൂടിടുവീൻ പാടിടുവീൻ പാടി സന്തോഷിപ്പിൻ. കൂടിടുവീൻ പാടിടുവീൻ പാടി സന്തോഷിപ്പിൻ. ബേത്ലെഹേമെന്ന ഗ്രാമത്തിൽ പാടി സന്തോഷിപ്പിൻ. മർത്യവേഷധാരിയായി പാടി സന്തോഷിപ്പിൻ. സത്യദേവൻ ജാതനായി സത്യസഭയോഗമായി കൂടിടുവീൻ പാടിടുവീൻ പാടി സന്തോഷിപ്പിൻ. കൂടിടുവീൻ പാടിടുവീൻ പാടി സന്തോഷിപ്പിൻ. ദൈവത്തിനു മഹത്വം പാടി സന്തോഷിപ്പിൻ. ഉന്നതത്തിലെന്നേക്കും പാടി സന്തോഷിപ്പിൻ. ഭൂതലെ സമാധാനം ജാതികൾക്കു പ്രീതിയും കൂടിടുവീൻ പാടിടുവീൻ പാടി സന്തോഷിപ്പിൻ. കൂടിടുവീൻ പാടിടുവീൻ പാടി സന്തോഷിപ്പിൻ. നന്ദി. നന്നായിട്ട് പാടിയിരിക്കുന്നു. നല്ല അടിപൊളി. നല്ല പാട്ടായിരുന്നു. നല്ല പാട്ട്, ബൈബിളിലെ വരികള് എല്ലാം കൊള്ളാം. നല്ലൊരു പ്രാർത്ഥനയായിരുന്നു എന്ന് പറയുന്നതാണ്. നല്ലൊരു പ്രാർത്ഥനയായിരുന്നു. അപ്പൊ ഇനി ധനേഷ് ഡോക്ടർ വക എന്തെങ്കിലും ഉണ്ടോ? അല്ല, തീർച്ചയായും ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ചെറുപ്രായം മുതൽ ക്രിസ്മസ് പാപ്പയെ കാണുക, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയി നല്ല ഭക്ഷണം കഴിക്കുക, കേക്കും വൈനും കുടിക്കുക. ഇന്നും കിട്ടി ഒരു കേക്കും വൈനും. അപ്പൊ ഇതിങ്ങനെ കിട്ടുന്നതൊക്കെ നമ്മൾ അടിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ആഘോഷം. അപ്പം ക്രിസ്മസ് ഇങ്ങനെ ഗംഭീരമാക്കുമ്പോൾ അതിൻ്റെ ഈ കൃത്യമായിട്ട് ഇവരെല്ലാം രാവിലെ പള്ളിയിൽ പോകുന്ന കാണുമ്പോൾ പലപ്പോഴും അസൂയ തോന്നാറുണ്ട്. ഇത് എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പള്ളിയിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നത്? നമുക്ക് ഈ അമ്പലത്തിലോ അല്ലെ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും അങ്ങനെ ഈ പോകുന്നൊരു പരിപാടി കൃത്യതയോടുകൂടി ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പൊ ശരിക്ക് ആ ഡെഡിക്കേഷൻ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ അദ്ദേഹം നമ്മുടെ യേശുക്രിസ്തു നമ്മളെ കാണിച്ചു തന്ന വഴികാട്ടി അത് ഭയങ്കരമായ അറിവുകളാണ് ഓരോരുത്തർക്കും പകർന്നു കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മുടെ മുന്നിൽ കാട്ടിത്തരുന്ന ഒരു മഹത് വ്യക്തിത്വം കൂടിയാണ്. വെറൊരു പ്രാർത്ഥനാ കഥാപാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്നേഹിയും മനുഷ്യ നന്മയ്ക്കായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അപ്പൊ തീർച്ചയായും ഇങ്ങനെയുള്ള ദിനങ്ങൾ ആഘോഷിക്കുമ്പോഴത് ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല, എല്ലാവരുടെയും മാനസപുത്രൻ അല്ലെങ്കിൽ മാനസ ഗുരു എന്നൊക്കെ നമുക്ക് പറയാവുന്ന ആള് തന്നെയാണ് യേശുക്രിസ്തു. അപ്പം അത് ആഘോഷിക്കേണ്ട ദിനം തന്നെയാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബദലേഹം താഴ്വരയുണർന്നെഴുന്നേറ്റു മാലാഖമാരുടെ ഗാനാലാപങ്ങളായി ഇങ്ങനെയുള്ള പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കരോൾ സോങ്ങിൽ. അത് ഈ ഇതുപോലുള്ള ആൾക്കാരുടെ കൂടി ഗ്രൂപ്പ് സോങ്ങിന് അന്നൊക്കെ കോളേജിലൊക്കെ ഇങ്ങനെ എല്ലാവരുടെയും കൂടി നിന്നിങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് പാടാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ പഠിച്ചു പോയതാണ്. അപ്പം അങ്ങനെ പാടിയിട്ടുമുണ്ട്. അപ്പം അന്ന് ഇതിൻ്റെയൊക്കെ പ്രാധാന്യമൊന്നും അത്ര കണ്ട് ശ്രദ്ധിക്കാറില്ലെങ്കിലും പിന്നീടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഇതിൻ്റെയൊക്കെ ആശയം എന്ത് വലുതാണെന്ന് മനസ്സിലാക്കുന്നതും. തീർച്ചയായും ഇതുപോലുള്ള ദിനങ്ങൾ ആഘോഷിക്കാൻ പറ്റിയത് ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതിൽ ഈ ഒരു കൂട്ടായ്മയ്ക്കും നല്ലൊരു പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്നിപ്പം പെട്ടെന്ന് ഇന്നലെ നമ്മൾ എന്താണ് പരിപാടി എന്ന് ആലോചിച്ചപ്പോഴാണ് ക്രിസ്മസ് ദിന പരിപാടി വെക്കാം. അപ്പോൾ ഉദ്ഘാടനത്തിന് പോലും സേഠ് സാറിനെ പോലും അറിയിക്കാതെയാണ് നമ്മൾ വെച്ചത്. 9 മണിക്കാണ് സാറിനെ വിളിച്ച് പറയുന്നത്, സാറേ ഇന്ന് നമ്മുടെ പരിപാടി ഇതാണ്, സാർ ഉദ്ഘാടകനായിട്ട് വരണം. അപ്പോൾ ആദ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നതിനിടയിലാണ് സാറ്
വിളിക്കുന്നതും വന്നതും. അപ്പം എന്തുകൊണ്ടും നമ്മുടെ പരിപാടികൾ ഇങ്ങനെ വളരെ ക്വിക്കായിട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി അറിയിക്കുകയും അല്ലെ അതിനുള്ള ഒരു പ്രോഗ്രാം തയ്യാറാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തവണ നടത്തിയാലും ഗംഭീരമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം നടത്താം എന്നുകൂടി ഒരു ഉറപ്പാണ് എനിക്ക് തരാനുള്ളത്. തീർച്ചയായും ഈ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അഭിനന്ദനങ്ങളാണ് ധനേഷ് ഡോക്ടർ. എന്തായാലും ധനേഷ് ഡോക്ടർ എത്തി 2 വാക്ക് സംസാരിച്ചു, സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. പാട്ട് പാടാനോ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ നന്നായിരിക്കും. നമുക്ക് ഭദ്രമ്മ ഡോക്ടറെ വിളിച്ചാലോ? ഡോക്ടർ ഭദ്രമ്മ വിളിക്കാം. ഡോക്ടറെ എന്തെങ്കിലും പറയാൻ? ഡോക്ടർ പഴയ ഏറ്റവും സീനിയർ ആളാണ്. ഭദ്രമ്മ ഡോക്ടറെ ക്രിസ്മസ് ആയിട്ട് എന്ത് പറയുന്നു? ഷഫീഖ് ഡോക്ടർ ഉണ്ടായിരുന്നല്ലോ, ഭദ്രമ്മ മാഡം, അല്ലെങ്കിൽ ഷഫീഖ് ഡോക്ടർ, അല്ലെങ്കിൽ ഷാജി ഡോക്ടർ. ഭദ്രമ്മ ഡോക്ടർ സംസാരിക്കും. മാഡം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. മാഡം സംസാരിച്ചോളൂ. ഞാൻ 8ാം ക്ലാസ് വരെ സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം യേശു എല്ലാ സംഭവങ്ങളും സ്കൂളിൽ എല്ലാത്തിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ധാരാളം ഫ്രണ്ട്സ് ക്രിസ്ത്യാനികൾ ഇപ്പോഴും എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നു. ഞാനിന്ന് എൻ്റെ തറവാട്ടിൽ വന്നിരിക്കുകയാണ്, പാലായിൽ, ചന്ദ്രമോഹൻ്റെ വീട്ടിൽ. അപ്പം എന്തോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, സന്തോഷം മാഡം. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഷഫീഖ് ഡോക്ടർ ഉണ്ടോ? ഷഫീഖ് ഡോക്ടറെ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഡോക്ടർക്ക് ഒരു ക്രിസ്മസ് മെസ്സേജും ഒപ്പം നന്ദിയും, ഇന്ന് പങ്കെടുത്തവർക്ക് എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഷഫീഖ് ഡോക്ടറെ ക്ഷണിക്കും. അനിൽകുമാർ ഡോക്ടറൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അനിൽകുമാർ ഡോക്ടറെ കണ്ടില്ലല്ലോ. യാത്രയിലാണ് ഇപ്പൊ പുള്ളി ചിലപ്പോ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ആരാണ് അനിൽ ഡോക്ടർ? അതുകൊണ്ടാണ് ഷഫീഖ് ഡോക്ടറെ വിളിച്ചത്. ധൈര്യമായി പറഞ്ഞോളൂ. എന്താണെങ്കിലും എല്ലാവരുടെയും ക്രിസ്മസ് ആശംസകൾ കേട്ടു. എല്ലാ മതങ്ങളും പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. വർഷങ്ങളിലും നമ്മൾ അത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. പക്ഷേ എന്തോ കാലത്തിന്റെ ഇതുകൊണ്ട് പലതും നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല ഇപ്പൊ പോകുന്നത്. അത് പല ശക്തികളുടെയും ഇൻഫ്ലുവൻസുകളായിരിക്കാം. എന്താണെങ്കിലും അതെല്ലാം നേരെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെങ്കിലും ഈ വേളയിൽ എല്ലാവർക്കും ഒരു സന്തോഷകരമായ ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഉദ്ഘാടനം നടത്തിയ സേട്ട് സാറിനും, മോഡറേഷൻ നടത്തുന്ന ഡോക്ടർ ഷൈലയ്ക്കും, ഡോക്ടർ മനോജ്, ഒത്തിരി പേരിൽ ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം അഗൈതവമായ നന്ദി രേഖപ്പെടുത്തുന്നു. മേലും ഇതുപോലുള്ള എല്ലാ ആഘോഷങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ എല്ലാവരും മറക്കാത്ത, ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ നടത്തി നല്ല രീതിയിൽ ഇത് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഷഫീഖ് ഡോക്ടറെ. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. ഇനിയും കുറച്ചു പേര് കൂടി പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഹോമിയോപ്പതി വിഷയങ്ങൾക്ക് കുറച്ചുകൂടി ആൾക്കാർ കാണും. ആഘോഷങ്ങളൊന്നും എല്ലാവരും തിരക്കായത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള പ്രത്യേക പരിപാടികൾക്കും എല്ലാവരും കുറച്ചുകൂടി പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ദിനങ്ങളാകട്ടെ, ഇനി വരുന്ന ദിവസങ്ങളും അങ്ങനെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ മലയാളം സെഷൻ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി.
എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ടും ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും വൈകിട്ട്